മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശരണ്യെ സ്നേഹം കൊണ്ട് പൊതിയാണ് അലീന. കാരണം അലീനക്ക് കൃത്യമായിട്ടറിയാം അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെങ്കിൽ ഇവളോട് സ്നേഹം കാണിക്കണമെന്ന്, ഒന്ന് ചേർത്ത് പിടിക്കണം, എങ്കിൽ മാത്രമേ അവൾക്ക് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ശരണ്യ ആഹാരം പോലും കഴിക്കാതെ ഇരിക്കുകയാണ്. പക്ഷേ അലീന അത്രയും നിർബന്ധിച്ച് സ്നേഹത്തോടു കൂടെ തന്നെ വാരി കൊടുത്തപ്പോൾ അത് കഴിക്കാനിട്ട് ശരണ്യ. അത് കണ്ടു നിൽക്കുന്ന ശരണ്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കണ്ണിങ്ങനെ നിറഞ്ഞു വരും. അലീന പറഞ്ഞത് എത്ര വലിയ സത്യമാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. ഓരോ കാര്യങ്ങളൊക്കെ അലീന ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടാണ് കേട്ടോ ആഹാരം കഴിപ്പിക്കുന്നത്. ആ സമയത്തൊക്കെ അലീന അവളോടുള്ള ആ ഒരു കരുതലും സ്നേഹമൊക്കെ ശരണ്യ ശരിക്കും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എന്തു വന്നാലും താൻ കൂടെയുണ്ടെന്നൊരു ഉറപ്പ് അലീന കൊടുക്കും. അല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോരുത്തർ വന്ന് പറഞ്ഞതുപോലെ തള്ളി പറയാനല്ല, ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട് എന്ന ആ ഒരു സുരക്ഷിത ബോധം കൊടുക്കുക എന്നത് തന്നെയായിരുന്നു അലീനയുടെ ലക്ഷ്യം. അങ്ങനെ അലീന അതിൽ ശരിക്കും അങ്ങ് വിജയിക്കാണ്. ഒടുവിൽ ആഹാരം കഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അമ്മ വന്ന് പറയുന്നുണ്ട്, മോളെ എനിക്കിപ്പോൾ ശരിക്കും അങ്ങ് സമാധാനമായി. ഈ 2-3 ദിവസമായിട്ട് അവൾ ആഹാരം പോലും കഴിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. എപ്പോഴും ഒരേ കരച്ചിലും ഒരേ കിടപ്പും തന്നെയായിരുന്നു. എനിക്കറിയില്ല മോളെ ഇത് എങ്ങനെയാണ് സാധിച്ചത് എന്ന്. പക്ഷേ ഒരു കാര്യം എനിക്കുറപ്പായി, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. പിന്നീട് ശരണ്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട്, ശരി ചേച്ചി പോവാണ്, ഞാൻ ഇടയ്ക്ക് വരാം, ഇടയ്ക്ക് ഇവളെ കാണാൻ വേണ്ടി വരാമെന്നൊക്കെ പറയും. മോള് വിഷമിക്കൊന്നും വേണ്ട എന്നും, ചേച്ചിയുടെ നമ്പർ തരാം, എന്താവശ്യമുണ്ടെങ്കിലും ചേച്ചിയെ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും തളരരുത്. ഇത് കൊണ്ടൊന്നും തന്നെ നമ്മുടെ ജീവിതം അവസാനിച്ചിട്ടില്ല, അങ്ങനെ അവസാനിക്കാനും പോകുന്നില്ല. മോൾക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയവർക്ക് നല്ല ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ മോള് സന്തോഷമായിട്ട് പുറത്തിറങ്ങി നടക്കണം. ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. ആദ്യം എല്ലാവരും കുറച്ചു കാലം ഇതൊക്കെ മനസ്സിലിട്ട് നടക്കും, പിന്നെ പതുക്കെ പതുക്കെ അതങ്ങ് മാറിക്കോളും. മോളുടെ തെറ്റൊന്നുമല്ലല്ലോ ഇത്, മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ സമയം തന്നെ ശരണ്യ പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചി ഞാൻ. അലീന ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, വേണ്ട, എനിക്കറിയാം നീ ഇങ്ങനെ പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. നീ അവനെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ടല്ലേ എന്ന്. സാരമില്ല, അതൊക്കെ പോട്ടെ, ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റും. പക്ഷേ സ്നേഹിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. നീ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, പക്ഷേ അവൻ നിന്നെ സ്നേഹിച്ചത് വെറൊരു കണ്ണുകൊണ്ട് മാത്രമാണ്. അതാണ് നീ മനസ്സിലാക്കാതെ പോയതും. ഇനിയെങ്കിലും അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാതെ അവരുടെ മോളായിട്ട് നീ കഴിയണം. എന്താവശ്യം വന്നാലും നീ എന്നെ വിളിക്കാൻ മറക്കരുത്. അങ്ങനെ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കട്ടോ അലീന അവിടെ നിന്ന് പോരുന്നത്. അലീന പോയപ്പോൾ ശരണ്യക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അലീന അടുത്തുണ്ടായിരുന്ന ആ ഒരു സമയത്ത് നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അലീന പുറത്തു വന്നിട്ട് ശരണ്യയുടെ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം, നല്ല സപ്പോർട്ട് കൊടുക്കണം, ഒരു രീതിയിലും മനസ്സിനെ വേദനിപ്പിക്കരുത്, അവളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. ഈ സമയത്തൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ കൂടെയുണ്ടെന്ന് തോന്നുന്നതായിരിക്കും അവളുടെ ഏറ്റവും വലിയ ആശ്വാസം. അവളെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അന്നേരം ശരണ്യയുടെ അച്ഛൻ വന്ന് പറയുന്നുണ്ട്, മോളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, നീ എന്ത് മന്ത്രമാണ് ഉപയോഗിച്ചത്? ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് പോലും അവളൊന്നും കഴിക്കാതിരുന്നവളാണ്, ഇപ്പോൾ നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അവൾ മാറിക്കോളും അങ്കിൾ, അവളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് നടത്താൻ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അവളെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ടായിരിക്കട്ടോ അലീന അവിടെ നിന്നും പോരുന്നത്. ഓട്ടോക്കാരൻ ഷാജിയുടെ വീട്ടിലേക്കാണ്. ഷാജിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഷാജി അലീനെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്ന സമയത്ത് തന്നെ ഷാജിയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു, നിന്റെ ഒരു ധൈര്യം, നീ അവിടേക്ക് വീണ്ടും ചെന്ന് കയറിയല്ലോ, അവരെന്തെങ്കിലും പറഞ്ഞ് നിന്നെ അവിടെ നിന്നും ഓടിക്കുമോ തല്ലുമോ എന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അന്നേരം അലീന പറയുന്നുണ്ട്, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മേ, എനിക്ക് അവളെ ഒന്ന് ആശ്വസിപ്പിക്കണമായിരുന്നു, എനിക്കറിയാമായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാൽ അവൾക്കൊരു ആശ്വാസമാവുമെന്ന്. ഷാജിയുടെ പെങ്ങൾ പറയുന്നുണ്ട്, എന്നാലും ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാൻ വരെ ശ്രമിച്ചിട്ട് പോലും ആ വീട്ടിലേക്ക് വീണ്ടും കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് വലിയ ധൈര്യം തന്നെയാണെന്ന് പറയും. അലീന പറയുന്നുണ്ട്, താങ്ങാൻ ആരുമില്ലാത്ത സമയത്ത് ഒരു കച്ചിത്തുറുമ്പ് കിട്ടിയാലും നമ്മൾ അതിലങ്ങ് പിടിച്ചു കയറും. നമുക്ക് അങ്ങനെയുള്ള ആത്മവിശ്വാസം വേണം. നമ്മൾ തളർന്നിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ ശരണ്യ എന്നെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും, അവളെ എനിക്ക് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. കാരണം മരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഇപ്പോൾ അവളുടെ മനസ്സിലുള്ളൂ. ഷാജി പറയുന്നുണ്ട്, അലീന എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന്. അന്നേരം അമ്മ പറയുന്നുണ്ട്, അത് മോളുടെ മനസ്സ് നല്ലതായതുകൊണ്ടാ, മോൾ മിടുക്കിയായതുകൊണ്ടാ. എനിക്കെന്തായാലും മോളെ ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. ഈ ധൈര്യമൊന്നും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളില്ലാത്ത കാര്യമാണ്. മറ്റുള്ളവരോടുള്ള ആ ഒരു സഹാനുഭൂതിയും ധൈര്യവും ഒന്നും തന്നെ ആരും കാണിക്കില്ല. ഏതെങ്കിലും പെൺകുട്ടികൾ ഇന്ന് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഓർഫനേജിലും പാവങ്ങളെ സഹായിക്കാനൊക്കെ ചെലവാക്കുമോ?
ഇല്ല, അവർ അവരുടെ ജീവിതം നോക്കിയിട്ട് നടക്കും. എത്ര കിട്ടിയാലും തികയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നവർക്കിടയിൽ നീ വ്യത്യസ്തയാവുന്നത് അവിടെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അലീനയോട് കുറെ നേരം സംസാരിച്ചിട്ട് ഷാജി ചോദിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന്. അലീന പറയുന്നുണ്ട് ഇനി എന്ത് പ്രശ്നമുണ്ടാവാനാണ്? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ ഷാജിയേട്ടനറിയാലോ എൻ്റെ കാര്യം. ഷാജി പറയുന്നുണ്ട് എനിക്കറിയാം, അവിടെ ജോലിക്ക് നിൽക്കുന്ന കാര്യമല്ലേ, അതൊക്കെ എനിക്കറിയാവുന്ന കഥകളല്ലേ എന്ന് പറയും. അലീന കൂടുതലൊന്നും പറയാനൊന്നും പോയില്ല. തൽക്കാലം അവരങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ എന്ന് കരുതി. ഷാജി പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവിടണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഷാജി നിർബന്ധിച്ചു. നാട്ടുകാരൊക്കെ അറിഞ്ഞു നിൽക്കുന്ന സമയമല്ലേ, ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയാലോ എന്ന് കരുതിയിട്ട് ഷാജി അവളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. അവര് പോയി കഴിഞ്ഞപ്പോൾ അനിയത്തി അമ്മയോട് പറയുന്നുണ്ട് എന്ത് ഭംഗിയാണല്ലേ ആ ചേച്ചിയെ കാണാന്, കണ്ട ഓർഫണേജിൽ വളർന്നതാണെന്നും പറയേയില്ല. അമ്മ പറയുന്നത് അത് ശരിയാണ്, അവളുടെ മുഖത്തൊരു പ്രത്യേക ഐശ്വര്യം തന്നെയുണ്ട്. ഏതോ വലിയ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്നേ തോന്നുള്ളൂ. ചിലപ്പോൾ വളർത്താൻ പറ്റാത്തത് കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചതായിരിക്കാമെന്നൊക്കെ പറയും. ഇതേ സമയത്ത് തന്നെ പോലീസുകാർ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരും. അവർ വിളിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ വാതിൽ തുറന്നു കൊടുത്തു. എന്താ സാറേ, ഇനി എന്നെയും കൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കും. SI പറയുന്നുണ്ട് അതൊന്നല്ല ബാലചന്ദ്ര, നിനക്ക് ഗുണമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അലീന എവിടെ? അവൾ ഇവിടെ ഇല്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. അപ്പോഴാണ് SI തന്റെ ഫോണിലെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അലീനയെ കുറച്ച് പേരിങ്ങനെ കത്തിക്കാൻ ശ്രമിക്കാണ് മണ്ണെണ്ണ ഒഴിച്ച്. അതെല്ലാം കണ്ടപ്പോൾ തന്റെ മകൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ആകെ തളർന്നു. സാറേ, അലീനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അദ്ദേഹം പരിഭ്രമത്തോട് ചോദിക്കാണ്. SI പറയുന്നത് തൽക്കാലം അവൾക്കൊന്നും സംഭവിച്ചില്ല. ഒരുത്തൻ അവിടെ വന്ന് അവളെ രക്ഷപ്പെടുത്തി. ഇല്ലായിരുന്നുവെങ്കിൽ അവൾ അവിടെ കത്തി അങ്ങ് ചാമ്പലായേനെ എന്ന് പറയും. ബാലചന്ദ്ര, നിനക്ക് ഇത്രയൊന്നും വിവരമില്ലേ? വീട്ടിൽ നിൽക്കുന്ന കുട്ടിയോട് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഇല്ലേ? എന്ത് വിശ്വസിച്ചാണ് അവൾ നീ അങ്ങോട്ടേക്ക് വിട്ടത്? സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണോ? ബാലചന്ദ്രൻ പറഞ്ഞത് അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല സാറേ. എന്റെ മകൻ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അവന് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാന്. പക്ഷേ ഇതൊന്നും എന്റെ അറിവോടുകൂടിയല്ല. ആ കുട്ടിയൊന്ന് കാണണമെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് എതിർത്തതുമില്ല. SI പറയുന്നുണ്ട് ഇനി അവൾ അങ്ങോട്ടേക്ക് ഒരിക്കലും വിടരുത്. വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ. ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ട് പരാതിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയും. പോലീസുകാർ പോയപ്പോൾ ബാലചന്ദ്രൻ ആകെ ടെൻഷനായിട്ട് അലീനയെ വിളിച്ചു നോക്കി. അലീന പറയുന്നത് അച്ഛാ, ഞാനിതാ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ എത്തും. കുറച്ച് കഴിയുമ്പോഴേക്കും അലീന വീട്ടിലേക്ക് എത്തുകയാണ്. അലീനയെ കണ്ടപ്പോൾ മാത്രമാട്ടോ ബാലചന്ദ്രൻ നിന്ന് ശ്വാസം നേരെ വീണത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മോളെ അങ്ങോട്ടേക്ക് പോയത്? അവിടെ എന്തൊക്കെയാ ഉണ്ടായത്? അലീന നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിച്ചു. ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അങ്ങോട്ടേക്ക് പോവരുത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് അച്ഛാ, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഇനിയും എനിക്ക് പോകണം ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും വീണ്ടും നീ അങ്ങോട്ടേക്ക് പോവാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അലീന പറയുന്നുണ്ട് അതെ അച്ഛാ, അവളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. ബാലചന്ദ്രന് പിന്നെ എന്ത് മറുപടി പറയണമെന്നറിയില്ല. അന്നേരമാണ് അലീനയുടെ ഫോണിലേക്ക് മനുശങ്കർ വിളിക്കുന്നത്. ആ വീഡിയോ അപ്പോഴേക്കും എല്ലായിടത്തും വൈറലായിരുന്നു. മനു വിളിച്ചിട്ട് കുറെ അധികം അങ്ങ് ചീത്ത പറഞ്ഞു. നിനക്കിത് എന്തു പറ്റി അലീന? അലീന പറയുന്നത് മനുവേട്ട, ആ കുട്ടിക്ക് താങ്ങും തണലൊന്നും വേണ്ടേ? മനു ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിലോ? എന്ത് ധൈര്യത്തിലാണ് നീ അങ്ങോട്ടേക്ക് പോയത്? അലീന പറയുന്നത് സംഭവിക്കുന്നത് എന്താണെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ കുട്ടിക്ക് സംഭവിച്ചതിനേക്കാൾ വലുതൊന്നും എനിക്കിനി സംഭവിക്കാനില്ലല്ലോ. പിന്നെ ഷാജിയേട്ടൻ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്താൽ നമ്മളെ രക്ഷിക്കാൻ ദൈവം ആരെങ്കിലും അയക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ടപ്പോൾ മനു പറയുന്നത് നിന്റെ ഈ തത്വശാസ്ത്രം നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അലീന. എങ്ങനെയാണ് നീ ഇത്ര കൂളായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. മനുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഇനിയും അവളെ കാണാൻ പോവും. മനുവിനത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അവൻ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട്. ഇനി അലീനയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന പേടി അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ മനുവിന്റെ ശകാരം കേട്ട് ഫോണ് വെച്ചുവെങ്കിലും അലീനയുടെ മനസ്സിൽ ശരണ്യയുടെ ആ ഒരു വിറക്കുന്ന കൈകളായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആരും കാണാതെ അലീന വീണ്ടും ശരണ്യയുടെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ അന്തരീക്ഷം പഴയതുപോലെയൊന്നും ആയിരുന്നില്ല. നാട്ടുകാരൊക്കെ ദൂരെ മാറി നിന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറിയ അലീന കണ്ടത് ശരണ്യ പഴയതുപോലെ തന്നെ മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്നതല്ല, മറിച്ച് അമ്മയെ അടുക്കളയിൽ സഹായിക്കുന്നതാണ്. അലീനയെ കണ്ടപ്പോൾ ശരണ്യയുടെ മുഖത്ത് ഒരു മങ്ങിയ ചിരി വിരിഞ്ഞു. നീ വീണ്ടും വന്നോ എന്ന ആ ഒരു ചോദ്യം അച്ഛന്റെ കണ്ണുകളിൽ പഴയ ദേഷ്യത്തിന് പകരം ഒരു തരം കടപ്പാടായിരുന്നു. അലീന അവർക്കായി കുറച്ച് പുസ്തകങ്ങളും ഒരു ഡയറിയൊക്കെ കരുതിയിരുന്നു. നിന്റെ മനസ്സിലുള്ളൊക്കെ നീ ഇതിലേക്ക് എഴുതി വെക്ക് ശരണ്യ, അത് നിന്റെ ഭാരം കുറക്കും എന്ന് പറഞ്ഞ് അവൾ ശരണ്യയെ ചേർത്ത് പിടിച്ചു. പെട്ടെന്നാണ് മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. എല്ലാവരും പേടിയോടുകൂടെ തന്നെ പുറത്തേക്ക് നോക്കി. മനുശങ്കർ ആയിരുന്നു അതിൽ നിന്നും വന്നത്.
അലീനയുടെ സുരക്ഷ ഓർത്തുകൊണ്ട് തന്നെ പേടിച്ചുകൊണ്ട് അവൻ നേരിട്ടെത്തിയതായിരുന്നു. മനുവിനെ കണ്ടപ്പോൾ ശരണ്യയുടെ അച്ഛൻ ആദ്യമൊന്ന് വിറച്ചുവെങ്കിലും മനുവിന്റെ ശാന്തമായ പെരുമാറ്റം അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങളെ ഉപദ്രവിച്ച് ആ ഒരു ഗുണ്ടകളെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. ഇനി ഈ നാട്ടിൽ നിങ്ങളുടെ മകളുടെ മേൽക്ക് ആരും തന്നെ വിരൽ ചൂണ്ടില്ല എന്ന് മനു ഉറപ്പിച്ചു പറഞ്ഞു. അലീനയുടെ ധൈര്യത്തിനു മുന്നിൽ മനുവിനും ഒടുവിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു. അവൻ അലീനയെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അലീന ശരണ്യയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ശരണ്യ പതുക്കെ അവളുടെ കാതിൽ പറഞ്ഞു, ചേച്ചി എനിക്കിനിയും പഠിക്കണം, എനിക്കിനിയും ജീവിക്കണമെന്ന്. തിരികെ പോകുന്ന വഴിയിൽ ഷാജിയുടെ ഓട്ടോയിലിരിക്കുമ്പോൾ അലീന ആലോചിച്ചത് മറ്റൊന്നായിരുന്നു. സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. അവൾ ഒരിക്കൽ കൂടി അത് തെളിയിച്ചിരിക്കുന്നു. മനു അലീനയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു അത്ഭുതമാണ് അലീന. അലീന ജനലിലൂടെ പുറത്ത് ആ ഒരു മനോഹരമായ കാഴ്ചയിലേക്ക് നോക്കി ചിരിച്ചു. പ്രതിസന്ധികൾ ഇനിയും വരാനുണ്ട് എന്നും പക്ഷേ നേരിടാൻ കൂടെ ഒരാളുണ്ട് എന്ന ബോധം അവൾക്ക് പുതിയൊരു കരുത്ത് തന്നെ നൽകി. ശരണ്യയുടെ ജീവിതത്തിലെ കറുത്ത മേഘങ്ങൾ നീങ്ങിത്തുടങ്ങിയ ആ ഒരു വൈകുന്നേരം അലീനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം തന്നെയായിരുന്നു. അങ്ങനെ മഴതോരും മുൻപേ സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.